കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഹലോ. അപ്പം നമ്മൾ BA ഇംഗ്ലീഷ് BE GC 104 ബ്രിട്ടീഷ് ഡ്രാമ ആൻഡ് പോയട്രി 14th to 17th സെഞ്ചുറി എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മുൻപ് വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് അല്ലെങ്കിൽ ഒരു ഓവർവ്യൂ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ബേസ്ഡ് ഓൺ ദി സിലബസ് ആൻഡ് പ്രൊവൈഡഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫോർ ദി സബ്ജക്ട്, we will organize the relevant data for analysis. The goal is to understand the types of questions asked, the coverage of syllabus topics, and identify notable patterns or ട്രെൻഡ്സ്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് എന്നുള്ളതിൻ്റെ ഒരു റീക്യാപ്പ് പോലെ എൻ്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കും. എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ സിലബസിൽ നിന്ന് ചോദിക്കാറ്, ഇനി വരാൻ പോകുന്ന പ്രഡിക്ഷൻസ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ കൂടുതലായിട്ടും, ഏതൊക്കെ യൂണിറ്റ്സിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ അതിലൊക്കെ കടക്കുന്നതിന് മുമ്പ് നമ്മളൊരു സിലബസ്, നമ്മൾ പഠിച്ചത് എന്താണ്, ഈ ഒരു പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചതെന്ന് നോക്കുന്നു. സോ ഫസ്റ്റ് ബ്ലോക്ക് ചോസർ ആൻഡ് സ്പെൻസർ ആണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് യൂണിറ്റ് ചോസേഴ്സ് ലൈഫ് ആൻഡ് വർക്ക്സ്, എന്തൊക്കെയാണ് ചോസറിന്റെ ആ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചത്. അതുപോലെ യൂണിറ്റ് 2ലേക്ക് വരാണെങ്കിൽ വൈഫ് ഓഫ് ബാത്തിന്റെ പ്രലോഗ്, ചോസറിന്റെ തന്നെ ഇമ്പോർട്ടന്റ് വർക്കായ കാന്റംബറി ടെയിൽസിന്റെ ഒരു ക്യാരക്ടറായ വൈഫ് ഓഫ് ബാത്തിന്റെ പ്രലോഗിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി തേർഡ് യൂണിറ്റിലേക്ക് വരാണെങ്കിൽ എഡ്മണ്ട് സ്പെൻസറിന്റെ ലൈഫും അദ്ദേഹത്തിന്റെ വർക്കുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. യൂണിറ്റ് 4 ആണെങ്കിൽ അമറിറ്റി സോണറ്റ്സ്, 3 സോണറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ബ്ലോക്ക് 2ലേക്ക് വരാണെങ്കിൽ അടുത്തൊരു കാലഘട്ടത്തിലേക്ക് വന്നു, ഷേക്സ്പിയർ ആൻഡ് ജോൺ ഡൺ, വില്യം ഷേക്സ്പിയറിന്റെയും ജോൺ ഡണ്ണിന്റെയും കാലഘട്ടത്തിലേക്ക് വന്നു. അതിൻ്റെ അകത്ത് യൂണിറ്റ് 1 നോക്കുകയാണെങ്കിൽ ഷേക്സ്പിയറിന്റെ ലൈഫ് ആൻഡ് വർക്കുകളെ കുറിച്ച് പഠിക്കുന്നു. ഇനി യൂണിറ്റ് 2 ആണെങ്കിൽ ഷേക്സ്പിയറിന്റെ 1855-65 സോണറ്റുകളുടെ ഒരു അനാലിസിസ് നമ്മൾ നോക്കുന്നുണ്ട്. ഇനി യൂണിറ്റ് 3ലേക്ക് വരുമ്പോൾ ജോൺ ഡണ്ണിന്റെ ലൈഫിനെ കുറിച്ചും വർക്കുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതുപോലെ യൂണിറ്റ് 4 ജോൺ ഡണ്ണിന്റെ 2 മെറ്റാഫിസിക്കൽ പോയംസ്, ഒന്ന് ദ സൺ റൈസിങ്ങും അതുപോലെ തന്നെ ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന് പറയുന്ന 2 പോയംസ് ആണ് നമ്മൾ ബ്ലോക്ക് 2ന്റെ 4th യൂണിറ്റിൽ നോക്കുന്നത്. ഇനി ബ്ലോക്ക് 3 എക്സ്ക്ലൂസീവ്ലി മാർലോന്റെ ഡോക്ടർ ഫോസ്റ്റസിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. യൂണിറ്റ് 1 മാർലോന്റെ ലൈഫ് ആൻഡ് വർക്ക്സിനെ കുറിച്ച് പറയുന്നു. യൂണിറ്റ് 2 ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്ന വർക്കിന്റെ ഒരു ടെക്സ്റ്റൽ അനാലിസിസ്. യൂണിറ്റ് 3 അതിന്റെ തീംസ്. യൂണിറ്റ് 4 അതിന്റെ ഒരു ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ബാക്കി വർക്കുകളിൽ റീറ്റെയിൽ ആയിരിക്കുന്നത്, അതെങ്ങനെയാണ് ബാക്കി റൈറ്റേഴ്സ് അതിനെ നോക്കി കാണുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 4 പഠിക്കുന്നത്. ഇനി ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ ഷേക്സ്പിയറിന്റെ മാക്ബത്ത് എന്ന് പറയുന്ന മേജർ 4 ട്രാജഡീസിൽ 1 ആയ മാക്ബത്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 1 അതിന്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ച്, അതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. യൂണിറ്റ് 2ലേക്ക് വരുമ്പോൾ മാക്ബത്ത് പാർട്ട് 1ന്റെ ആക്ട് 1 and 2 നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് യൂണിറ്റ് 3ലേക്ക് മാക്ബത്തിന്റെ പാർട്ട് 2, അതായത് ആക്ട് 3, 4, 5 ആ 3 ആക്ട്സ് നമ്മൾ യൂണിറ്റ് 3ലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 4ലേക്ക് വരാണെങ്കിൽ മാക്ബത്തിന്റെ ഒരു ക്രിട്ടിക്കൽ റെസ്പോൺസസ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു.
ഇനി നമ്മള് ഈ ഒരു പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒരു ഓവർവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ, സെക്ഷൻ എ ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ്. ആ ഒരു കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചോദിക്കാനായിട്ടാണ് പറയാറ്. അതായത് ഏതെങ്കിലും ഒരു പ്ലേയോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പ്ലേയിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയം തന്നിട്ട് അതിൻ്റെ അകത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു സ്പെസിഫിക് പാസേജ് തരും. ആ പാസേജിന്റെ എക്സ്പ്ലനേഷൻ, ആ ഒരു കോണ്ടെക്സ്റ്റിനെ ഒരു 150 വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് സെക്ഷൻ എയിൽ ചോദിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെസിഫിക് തീംസ് എന്തൊക്കെയാണ്, ക്യാരക്ടേഴ്സ് എന്താണ്, ലിറ്റററി ഡിവൈസ് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് ദി വർക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം. സോ എല്ലാത്തിൻ്റെയും ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആണ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ റൈറ്റ് ഷോർട്ട് നോട്ട്സ്. 200 വേർഡ്സിന്റെ ഷോർട്ട് നോട്ട്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിച്ചു കാണാറ്, 500 to 600 വേർഡ്സ്. ഇനി വൈഫ് ഓഫ് ബാത്തിന്റെ പ്രലോഗ്, ഡോക്ടർ ഫോസ്റ്റേഴ്സ്, ഷേക്സ്പിയറിന്റെ സോണറ്റ്സ്, മാക്ബത്ത്, ഇതൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിൻ്റെ അകത്തുനിന്ന് കോണ്ടെക്സ്റ്റുവൽ പാസേജുകൾ തന്നിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ സെക്ഷൻ സി, അതായത് പാർട്ട് സിയിലോട്ടും എസ്സേ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഇനി ഹൈ ഫ്രീക്വൻസി തീംസ് ചോദിക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ, തീംസ് സച്ച് ആസ് സോഷ്യൽ ക്രിറ്റിസിസം, പ്രൈഡ് ആൻഡ് അരഗൻസ്, മെറ്റാഫിസിക്കൽ പോയട്രി ആൻഡ് ഹ്യൂമനിസം, ഈ ടോപ്പിക്സിനെ കുറിച്ച് ബേസിക് ആയിട്ട് എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കാണാറുണ്ട്. അതുപോലെ ലേഡി മാക്ബത്ത്, വൈഫ് ഓഫ് ബാത്ത്, ഡോക്ടർ ഫോസ്റ്റേഴ്സ്, ഇവർ 3 പേരുടെയും ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവണം. അവർ ഈ ഒരു വർക്കിൻ്റെ അകത്ത് എത്രമാത്രം ഇൻപുട്ടാണ് കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള ലിറ്റററി ഫോംസ് ആൻഡ് ഡിവൈസസ്. പോയട്രിയിൽ ഉപയോഗിക്കുന്ന ഷേക്സ്പിയറിയൻ, ഇപ്പം സോണറ്റുകളാണെങ്കിൽ സോണറ്റിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന റൈമിംഗ് സ്കീം എങ്ങനെയാണ് വരുന്നത്, അതുപോലെ മെറ്റാഫിസിക്കൽ പോയട്രിയിൽ വരുന്ന കമ്പാരിസൺ എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഇസ് മെറ്റാഫിസിക്കൽ പോയട്രി, ജോൺ ഡണ്ണിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കൺസീറ്റ്സ് ഏതൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തീം ഓഫ് ഇമ്മോർട്ടാലിറ്റി, സോ ജോൺ ഡണ്ണിന്റെ സെക്കൻഡ് പോയം ഡെത്ത് നോട്ട് ബി സ്റ്റോപ്ഡ് എന്ന് പറയുന്ന പോയത്തിന്റെ അകത്ത് വരുന്ന ഇമ്മോർട്ടാലിറ്റി തീം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇനി ക്രിട്ടിക്കൽ അനാലിസിസ് ആയിട്ട് ചോദിക്കുന്നത് യൂഷ്വലി ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വർക്കിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്, ആ ഒരു വർക്കിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ലെവൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. സോ കോണ്ടെക്സ്റ്റുവൽ എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണെങ്കിൽ, അതായത് സെക്ഷൻ എയുടെ അകത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു അവരൊരു സ്പെസിഫിക് ലൈൻ തന്നിട്ട് ആ ലൈനിനെ ബേസ് ചെയ്ത് ആ ലൈനിനെ കുറിച്ച് നിങ്ങൾക്ക് എത്രമാത്രം അറിയാം, അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എത്രമാത്രം അറിയാം എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. വേറെ ഷോർട്ട് നോട്ട്സിനെ കുറിച്ച് അതായത് സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ലിറ്റററി കൺസെപ്റ്റ് എത്ര ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ നിങ്ങൾക്ക് എത്രമാത്രം അറിയാം, ആ ഒരു വർക്കിന്റെ തീംസ് എത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ ബിയിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി സെക്ഷൻ സി എസ്സേ ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണെങ്കിൽ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള അനാലിസിസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ തന്നെ സിന്തസിസ് ഓഫ് ഐഡിയാസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് സെക്ഷൻ സിയിൽ ചോദിക്കുന്നത്. സോ ഈ പറയുന്ന പോയട്രീനെ കുറിച്ചും ഡ്രാമേനെ കുറിച്ചും വളരെ കോമൺ ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇന്ന ചാപ്റ്റേഴ്സ് ഒഴിവാക്കാം അല്ലെങ്കിൽ ഇന്ന റൈറ്റർ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു കാലഘട്ടത്തിലെ ഈ പറയുന്ന 14th to 17th സെഞ്ചുറിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റൈറ്റേഴ്സ് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. വളരെ സ്പെസിഫിക് ആയിട്ട് അവരെ കുറിച്ച് മാത്രമാണ് പഠിക്കാനുള്ളത്. അതായത് ചോസർ, സ്പെൻസർ, ഷേക്സ്പിയർ, ജോൺ ഡൺ ആൻഡ് മാർലോ, ഇവർ 4-5 പേരെ കുറിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളൂ. അപ്പൊ അതിൻ്റെ അകത്ത് ഇവരൊരാളെ മാറ്റി നിർത്താമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 5 പേരും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. So, a significant focus on the critical analysis and appreciation suggests that students need to engage deeply with the text and its broader implications. So, ടെക്സ്റ്റിനെ കുറിച്ചും അതിന്റെ തീംസിനെ കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ ആ ഒരു കാലഘട്ടം എന്തായിരുന്നു, ആ ഒരു കാലഘട്ടത്തിൽ മെറ്റാഫിസിക്കൽ കൺസേൺ എന്തൊക്കെയാണ്, ഹ്യൂമനിസ്റ്റിക് എലമെന്റ്സ് എന്തൊക്കെയാണ്, അതൊക്കെ ഈ ഒരു കോഴ്സിന്റെ അകത്ത് വളരെയധികം ടെസ്റ്റ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻസ് ആയിട്ട് തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫോക്കസ് ഓൺ കീ വർക്ക്സ് ആൻഡ് തീംസ്. അതായത് ഇവരുടെ മേജർ ആയിട്ടുള്ള വർക്കുകൾ, ഇവര് മേജർ ആയിട്ട് എഴുതുന്ന തീംസ് എന്തൊക്കെയാണ്, എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക. ഡെവലപ്പ് അനലിറ്റിക്കൽ സ്കിൽസ്, അതായത് എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് തന്നിട്ട് അതിനെ
ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ക്യാരക്ടേഴ്സ്, ഈ പറയുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ഉണ്ടായിരിക്കണം. കോണ്ടെക്സ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്, ബി പ്രിപ്പയർഡ് ടു എക്സ്പ്ലെയിൻ സ്പെസിഫിക് പാസേജസ് വിത്തിൻ ബ്രോഡർ ലിറ്റററി ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. സോ ഈ തന്നിരിക്കുന്ന പാസേജുകൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. സോ അങ്ങനെയാണ്. ഇപ്പം ഈ ഒരു ചാർട്ട് കാണിക്കുന്നത് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. അതുപോലെ ഇത് പെർസെൻറ്റേജ് ബ്ലോക്ക്, അതായത് ഓരോ ബ്ലോക്കിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ ഈ ഒരു അനാലിസിസ് സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് December 2021 മുതൽ December 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, 5 എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. സോ അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ സിലബസ്, ഓരോ ബ്ലോക്കിൻ്റെ അകത്തും എന്തൊക്കെ പോർഷൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ ബ്ലോക്ക് 1 നോക്കുകയാണെങ്കിൽ മറ്റ് ബ്ലോക്കുകളിൽ നിന്നും ലോവർ ഫ്രീക്വൻസിയിലാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 2ലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി കൂടുതലുള്ളത് ബ്ലോക്ക് 2 ആണ്. അപ്പം ബ്ലോക്ക് 2ൻ്റെ അകത്ത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കണം. ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ ഷേക്സ്പിയർ ആൻഡ് ഡൺ, ജോൺ ഡണ്ണിനെ കുറിച്ചുള്ള പോയട്രീസും അവരുടെ സോണറ്റ്സ് ഒക്കെയാണ്, മെറ്റാഫിസിക്കൽ കൺസേൺസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ബ്ലോക്ക് 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂഷ്വലി ഒരു 6 to 7 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് 2. ഇനി ബ്ലോക്ക് 3ലേക്ക് വരാണെങ്കിൽ ഒരു 3 to 6 മോഡറേറ്റ് ലെവൽ ഫ്രീക്വൻസി ആണ് നമ്മൾ ബ്ലോക്ക് 3യിൽ കണ്ടിട്ടുള്ളത്. വെറാസ് ബ്ലോക്ക് 4ലേക്ക് വരാണെങ്കിൽ അറൌണ്ട് 4 to 5 ക്വസ്റ്റ്യൻസ് പെർ എക്സാം. സോ മോഡറേറ്റ് ടു ഹൈ ഫ്രീക്വൻസി. സോ പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1ൽ നിന്നും ഏകദേശം ഒരു 12 to 20% ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. വെറാസ് ബ്ലോക്ക് 2ൽ നിന്ന് 30 to 41%, അതായത് നിങ്ങൾക്ക് പാസ്സാവാനുള്ള കൂടുതൽ പെർസെൻറ്റേജും ചോദിക്കുന്നത് ബ്ലോക്ക് 2ൽ നിന്നാണ്. ഇനി ബ്ലോക്ക് 3 ആണെങ്കിൽ അത് 18 to 30% വരെ വേരിയേഷൻ വരാറുണ്ട്. ഇനി ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ അത് 20 to 29% ആണ് കാണിക്കാറ്. സോ ഹൈ ഫ്രീക്വൻസി ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 2 ഷേക്സ്പിയർ ആൻഡ് ഡണ്ണിന്റെ ബ്ലോക്ക് ആണ്. സോ എല്ലാ എക്സാംസിനും ഹയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതും ഹയസ്റ്റ് മാർക്സിന് ചോദിച്ചിട്ടുള്ളതും ബ്ലോക്ക് 2ൽ നിന്നാണ്. ഏറ്റവും ലോവർ ഫ്രീക്വൻസി എന്ന് പറയാനുള്ളത് നമുക്ക് ബ്ലോക്ക് 1 ആണ്. ചോസർ ആൻഡ് സ്പെൻസർ എന്ന് പറയുന്ന ബ്ലോക്കാണ് നമുക്ക് പിന്നെയും ലോവർ ഫ്രീക്വൻസി എന്ന് പറയാൻ പറ്റുന്നത്. സോ നമ്മൾ ബ്ലോക്ക് 2 വളരെയധികം ഫോക്കസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക. ഷേക്സ്പിയറിന്റെ വർക്കുകൾ, അതിന്റെ സോണറ്റ്സിന്റെ പ്രത്യേകതകൾ, എത്ര സോണറ്റ്സ് ഉണ്ട്, അത് ആർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ റൈമിംഗ് സ്കീം എങ്ങനെയാണ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ജോൺ ഡണ്ണിന്റെ മെറ്റാഫിസിക്കൽ പോയട്രി, ജോൺ ഡണ്ണിന്റെ മറ്റ് മെറ്റാഫിസിക്കൽ പോയംസ് ഏതൊക്കെയാണ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കൺസീറ്റ്സ് ഏതൊക്കെയാണ്, മേജർ ആയിട്ടുള്ള തീംസ് എന്തൊക്കെയാണ്, അങ്ങനെ ഈ 2 വർക്കുകളെ കുറിച്ച്, അതായത് ബ്ലോക്ക് 2ലെ എല്ലാ കൺസെപ്റ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള, വളരെ ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. സോ ബ്ലോക്ക് 1 നമ്മൾ ലെസർ ഫ്രീക്വൻസി ആണെന്ന് പറഞ്ഞാലും നമ്മളത് അവോയ്ഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. കാരണം ചോദിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇത് യൂണിറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. The heat map above illustrates the distribution of questions at unit level within each block across different exam sessions. So, block 1ന്റെ യൂണിറ്റ് 1 നോക്കുകയാണെങ്കിൽ December 2021, December 2022, അതുപോലെ June 2023, അങ്ങനെ 3 തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 2 നോക്കുകയാണെങ്കിൽ എല്ലാ എക്സാംസിനും അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി യൂണിറ്റ് 3 നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ December 2021, December 2022, June 2023 3 എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 4ലേക്ക് വരുമ്പോൾ എല്ലാ എക്സാംസ്, അതായത് December 2022ഉം June 2023യും ഒഴിച്ച് ബാക്കി എല്ലാ എക്സാംസിനും, ബാക്കി 3 എക്സാംസിനും ചോദിച്ചിട്ടുള്ള ഒരു പോർഷൻ ആണ്. സോ യൂണിറ്റ് 1ൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ബ്ലോക്ക് 1ൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് യൂണിറ്റ് 2. ബ്ലോക്ക് 2ലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ അകത്ത് യൂണിറ്റ് 1 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും ചോദിക്കാറുണ്ട്. യൂണിറ്റ് 2ഉം അതുപോലെ തന്നെ ജൂൺ സെഷൻസിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. യൂണിറ്റ് 3യും അതുപോലെ തന്നെ ജൂൺ സെഷൻസിൻ്റെ അകത്ത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. യൂണിറ്റ് 4ലേക്ക് വരികയാണെങ്കിലും December 2021ലും December 2023ലും ഹയർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് ബ്ലോക്ക് 2ൽ നിന്ന്. സോ ബ്ലോക്ക് 2ലെ എല്ലാ യൂണിറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്, ഈക്വലി മോറലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് യൂണിറ്റ് 3 December 2021ലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ളത്, ബ്ലോക്ക് 3ലെ യൂണിറ്റ് 1. ഇനി യൂണിറ്റ് 2 വരികയാണെങ്കിൽ അതും
എല്ലാ ക്വസ്റ്റ്യൻസിനും ചിലപ്പോൾ 2 മാർക്ക് സെക്ഷൻ എയിൽ അല്ലെങ്കിൽ സെക്ഷൻ ബിയിലൊക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇനി യൂണിറ്റ് 3ലേക്ക് വരാണെങ്കിൽ ജൂൺ 2023 വളരെ കുറവായിട്ടാണ് നമ്മൾ അതിന്റെ ഒരു അപ്പിയറൻസ് കണ്ടിരിക്കുന്നത്. ഇനി യൂണിറ്റ് 4 ആണെങ്കിൽ അതുപോലെ തന്നെ എല്ലാ എക്സാംസിലും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ബ്ലോക്ക് 3യിൽ യൂണിറ്റ് 2ഉം യൂണിറ്റ് 4ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ബ്ലോക്ക് 4ലേക്ക് വരികയാണെങ്കിൽ ബ്ലോക്ക് 4ലും ഇതുപോലെ തന്നെ എല്ലാ യൂണിറ്റ്സും, ഇപ്പൊ യൂണിറ്റ് 1 ആണെങ്കിലും യൂണിറ്റ് 2 ആണെങ്കിലും അതുപോലെ തന്നെ യൂണിറ്റ് 3യും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. കാരണം എല്ലാ എക്സാംസിനും ഈ 3 യൂണിറ്റ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിട്ട് ഉണ്ടാവാറുണ്ട്. യൂണിറ്റ് 4 വരാണെങ്കിൽ ഡിസംബർ 2023 കൂടുതലും നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഹയർ ഫ്രീക്വൻസിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 2ലെ എല്ലാ യൂണിറ്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മാക്ബത്ത് ബ്ലോക്ക് 4ന്റെ എല്ലാ യൂണിറ്റ്സും മോറോർലെസ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ബ്ലോക്ക് 1 ആണെങ്കിൽ ബ്ലോക്ക് 1ൽ യൂണിറ്റ് 2 ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. ബ്ലോക്ക് 3ലെ യൂണിറ്റ് 3 ആണ് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കൂടുതലായിട്ടും പഠിക്കുക. ഇത് നമ്മളൊരു ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് കൊടുക്കുന്നതാണ്. യൂണിറ്റ് 1ന്റെ അകത്ത് നിങ്ങൾ കൂടുതൽ നോക്കേണ്ടത് ചോസറിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ് നോക്കുമ്പോൾ ചോസറിന്റെ ഒരു പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ചോസറിന്റെ മേജർ ആയിട്ടുള്ള ലിറ്റററി വർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അതുപോലെ ചോസറിന്റെ സൊസൈറ്റിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, നമ്മളിപ്പോ കാൻഡർബറി ടെയിൽസിന്റെ പ്രൊലോഗ് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ പറയുന്നത് എന്താ, ഇറ്റ് ഇസ് ദ മിറർ ഓഫ് 14th സെഞ്ചുറി എന്നാണ് നമ്മൾ പറയാം. അപ്പം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് സൊസൈറ്റിനെ നോക്കി കാണുന്ന ഒരാളാണ് ചോസർ. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പെർസ്പെക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു, അതുപോലെ സൊസൈറ്റി ആൻഡ് ലിറ്ററേച്ചർ എത്രമാത്രം ഇൻസ്ട്രൈനിങ് ആണ്, അതായത് ആ ഒരു കോമ്പിനേഷനിലാണ് ചോസർ എഴുതുന്നത് എന്നുള്ളത് നോക്കണം. ഇനി യൂണിറ്റ് 2ലേക്ക് നോക്കുകയാണെങ്കിൽ വൈഫ് ഓഫ് ബാത്തിന്റെ പ്രൊലോഗിൽ വരുന്ന ഓരോരോ ചെറിയ ചെറിയ എന്താ പറയാ ഹിന്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ വിമൻ എന്ന് പറയുന്നത് വൈഫ് ഓഫ് ബാത്ത് നമുക്കറിയാം വളരെ, അതായത് 14th സെഞ്ചുറി പീപ്പിളിന് ചിന്തിക്കാൻ പറ്റാത്ത, അതായത് അത്രയും ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അത്രയും ട്രാവൽ ചെയ്യുന്ന, 5 തവണ കല്യാണം കഴിച്ച, അങ്ങനെ വളരെ എന്താ പറയാ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വൈഫ് ഓഫ് ബാത്ത്. അപ്പം അത് എങ്ങനെയാണ് ആ സൊസൈറ്റിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്, സൊസൈറ്റി എങ്ങനെയാണ് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അതുപോലെ 14th സെഞ്ചുറിയിൽ വിമന്റെ ഒരു പ്രസൻസ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂണിറ്റ് 2 പഠിക്കുമ്പോൾ പഠിക്കുക. ഇനി യൂണിറ്റ് 3ലേക്ക് വരികയാണെങ്കിൽ സ്പെൻസറിന്റെ ലൈഫ് ആൻഡ് വർക്ക്സിലേക്ക് വരികയാണെങ്കിൽ യൂറോപ്യൻ തോട്ട് എങ്ങനെയാണ് സ്പെൻസറിന്റെ വർക്കുകളിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതുപോലെ ട്യൂഡർ പോയട്രി, ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ട്യൂഡർ പോയട്രിയുടെ ഇമ്പോർട്ടൻസ്, അതിന്റെ റിഫ്ലക്ഷൻസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക. ഇനി യൂണിറ്റ് 4ലേക്ക് വരികയാണെങ്കിൽ എമറിറ്റി സോണറ്റ്സ് ഓരോ സോണറ്റ്സിന്റെയും 3 സോണറ്റ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. ഓരോ സോണറ്റ്സിന്റെയും എക്സ്പ്ലനേഷൻസും അതിന്റെ ഇംപ്ലിക്കേഷൻസും എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി ബ്ലോക്ക് 2ലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ടോപ്പിക് പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ളതില്ല. യൂണിറ്റ് 1 ഷേക്സ്പിയർ ലൈഫ് ആൻഡ് വർക്ക്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് 2ന്റെ അകത്ത് സ്പെഷ്യലി സോണറ്റ് 55ന്റെ എക്സ്പ്ലനേഷൻ അത് എല്ലാ തവണയും ചോദിക്കാറുണ്ട്. സോ അതും പഠിക്കണം. ഇനി യൂണിറ്റ് 3 ജോൺ ഡണ്ണിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ്, അതും നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ല. അതുപോലെ യൂണിറ്റ് 4 സൺറൈസിങ് ആൻഡ് ഡെത്ത് നോട്ട് ബി പ്രൗഡ്, അതിൻ്റെ അകത്ത് ഡെത്ത് നോട്ട് ബി പ്രൗഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെറ്റാഫിസിക്കൽ കൺസീറ്റ്സും പിന്നെ ടോപ്പിക് ഓഫ് ഇമ്മോർട്ടാലിറ്റിയും ഇമ്പോർട്ടന്റ് ആണ്. സോ ബ്ലോക്ക് 4ന്റെ അകത്ത് നമുക്ക് ഒന്നും സ്കിപ്പ് ചെയ്യാനുള്ളതില്ല. 4 യൂണിറ്റുകൾ നിങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. ഇനി ബ്ലോക്ക് 3ലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ അകത്ത് മാർലോന്റെ ലൈഫ് എന്തൊക്കെയാണ്, മാർലോ ജീവിച്ചിരുന്ന സമയത്തുള്ള ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. യൂണിറ്റ് 2ലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഡോക്ടർ ഫോസ്റ്റസിന്റെ ടെക്സ്റ്റൽ അനാലിസിസ് എങ്ങനെയാണ്, അതിന്റെ ഒരു സമ്മറി പോകുന്നത്, പ്ലോട്ട് ലൈൻ പോകുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതുപോലെ യൂണിറ്റ് 3ലേക്ക് വരികയാണെങ്കിൽ തീംസ് ഓഫ് ഡോക്ടർ ഫോസ്റ്റസ്, അത് എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർ ഫോസ്റ്റസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതുപോലെ അതിൻ്റെ അകത്ത് ബാക്കി ഹെൽപ്പിംഗ് ക്യാരക്ടർ എങ്ങനെയാണ്, ഈവിളിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, ഗ്രീഡ് എങ്ങനെയാണ് മനുഷ്യന്റെ ഡെത്തിന് റീസൺ ആവുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അതുപോലെ ഡോക്ടർ ഫോസ്റ്റസിന്റെ ആ ഒരു വർക്കിന്റെ അകത്ത് മാർലോ ഉപയോഗിച്ചിരിക്കുന്ന ആലഗറീസ് എന്തൊക്കെയാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. അതാണ് ബ്ലോക്ക് 3 നോക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയിട്ട് പറയാനുള്ളത്. ഇനി ബ്ലോക്ക് 4ലേക്ക് വരികയാണെങ്കിൽ മാക്ബത്ത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. മാക്ബത്തിന്റെ 2 പാർട്ടുകളും, അതായത് സമ്മറി പ്ലോട്ട് ലൈൻ എങ്ങനെയാണ്, അതിൻ്റെ അകത്ത് മേജർ ആയിട്ടുള്ള സീനുകൾ ഏതൊക്കെയാണ്, അതായത് ഡാഗർ സീൻ, പിന്നെ അതിന്റെ ഫൈനൽ എൻഡിങ് സീൻ എങ്ങനെയാണ് വരുന്നത്, എത്ര ആക്റ്റുകൾ ഉണ്ട്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അതിന്റെ ഒരു ക്രിട്ടിക്കൽ റെസ്പോൺസും എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്.
സോ ഏറ്റവും ഹൈ ഫ്രീക്വൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് വൈഫ് ഓഫ് ബാത്തിന്റെ പ്രലോഗാണ്. അത് കഴിഞ്ഞ് ഷേക്സ്പിയറുടെ ലൈഫ് ആൻഡ് വർക്ക്സ്, ഡോക്ടർ ഫോസ്റ്റസ്, അതുപോലെ മാക്ബത്ത് ആൻഡ് ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ മാക്ബത്തിന്റെ പാർട്ട് 1, അതായത് ആക്ട് 1 and 2. ഇനി ഒരു വേരിയബിൾ ഫ്രീക്വൻസിയിലേക്ക് വരാണെങ്കിൽ തീംസ് ആൻഡ് അലഗറി ഇൻ ഡോക്ടർ ഫോസ്റ്റസ്, അതുപോലെ എക്സ്പ്ലനേഷൻ ഓഫ് സോണറ്റ് 55 ഓഫ് ഷേക്സ്പിയർ. ഇനി ലെസ് ഫ്രീക്വന്റ് നോക്കുകയാണെങ്കിൽ ഇന്റർട്വൈനിങ് ഓഫ് സൊസൈറ്റി ആൻഡ് ലിറ്ററേച്ചർ, ഹ്യൂമനിസം ആൻഡ് സെക്യുലർ ഔട്ട്ലുക്ക്, അതാണ് ലെസ് ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഇത് മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചോസർ ആൻഡ് സ്പെൻസറിൽ ചോസറിന്റെ ലൈഫ് ഒരു 0 മാർക്സ് ആണ് ചോദിക്കുന്നത്. ലിറ്റററി വർക്ക്സ് 0.8 മാർക്സ് ആണ് ആവറേജ് ചോദിക്കാറുണ്ട്. ചോസറിനെ പ്ലേസ് ചെയ്യാൻ 1.6, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് 1.6 ചോദിക്കാറ്. ഇനി ഹ്യൂമനിസം ആൻഡ് സെക്യുലർ ഔട്ട്ലുക്ക് 2 മാർക്സ്, അതുപോലെ സൊസൈറ്റി ആൻഡ് ലിറ്ററേച്ചർ 0.8 മാർക്സ്. ഇനി വൈഫ് ഓഫ് ബാത്തിന്റെ പ്രലോഗാണെങ്കിൽ 4 മാർക്സ് കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. വിമനെ ആണെങ്കിൽ 2 മാർക്സ്, അതുപോലെ സോഷ്യൽ ക്രിറ്റിസിസം ആണെങ്കിൽ 4 മാർക്സ്, ട്യൂഡർ പോയട്രി 1.6, അമെറിറ്റി സോണറ്റ്സ് 4.8. സോ വൈഫ് ഓഫ് ബാത്തും അമെറിറ്റി സോണറ്റ്സും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഷേക്സ്പിയറിന്റെ ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ ഷേക്സ്പിയറിന്റെ ലൈഫ് ആൻഡ് വർക്ക് 8 മാർക്ക് ചോദിക്കാറുണ്ട്. ഇനി ഷേക്സ്പിയറിയൻ സോണറ്റിനെ കുറിച്ചാണെങ്കിൽ 4 മാർക്ക്, തീംസ് ഓഫ് സോണറ്റ്സ് ആണെങ്കിൽ 4 മാർക്സ്, അതുപോലെ സോണറ്റ് 55 ആണെങ്കിൽ 1.6. ഇനി ജോൺ ഡണ്ണിന്റെ 4 മാർക്സ്, ലൈഫ് ആൻഡ് വർക്ക്സിനെ കുറിച്ച് 4 മാർക്സ്. മെറ്റാഫിസിക്കൽ പോയട്രി വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിക്കുക. 4 മാർക്ക് ചോദിക്കാറുണ്ട്, കമ്പൽസറി ആയിട്ട് മെറ്റാഫിസിക്കൽ പോയട്രി ചോദിക്കും. ദ സൺ റൈസിംഗ് 2 മാർക്സ്, ഡെത്ത് ബി നോട്ട് പ്രൗഡ് 6 മാർക്സ്. അതിനകത്ത് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചും ചോദിക്കാറുണ്ട്. ഇനി മാർലോന്റെ ഡോക്ടർ ഫോസ്റ്റസ്, അതിൽ മാർലോന്റെ ലൈഫ് 1.6, സോഷ്യൽ കോണ്ടെക്സ്റ്റ് 2.8, ഡോക്ടർ ഫോസ്റ്റസ് അതിന്റെ പ്ലോട്ട് ലൈൻ എന്താണ്, അതിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് 12 മാർക്സ് കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇനി തീംസിലേക്ക് നോക്കുകയാണെങ്കിൽ 8 മാർക്സ് ഓൺ ആൻ ആവറേജ്, അലഗറി നോക്കുകയാണെങ്കിൽ 6 മാർക്സ് ഓൺ ആൻ ആവറേജ്. ഇനി ഷേക്സ്പിയറിന്റെ മാക്ബത്ത് ആണെങ്കിൽ ഇൻട്രൊഡക്ഷൻ 10 മാർക്സ്, ആക്ട് 1 10 മാർക്സ്, അതുപോലെ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് 24 മാർക്സ്. അതിന്റെ മാക്ബത്തിന്റെ റിസപ്ഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സിൽ നോക്കിയിട്ടുള്ളത്. സോ ഡോക്ടർ ഫോസ്റ്റസിന്റെ ഒരു 12 മാർക്സ് കമ്പൽസറി ആയിട്ട് ചോദിക്കാറുണ്ട്. മാക്ബത്തിന്റെ ഇൻട്രൊഡക്ഷനും ആക്ട് 1ഉം അതുപോലെ തന്നെ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവും, അതുപോലെ ഷേക്സ്പിയറിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ്. ഇത്രയാണ് നിങ്ങൾ മേജർ ആയിട്ട് പഠിക്കേണ്ടത്. ഇനി മോഡറേറ്റ് ആവറേജ് നോക്കുകയാണെങ്കിൽ വൈഫ് ഓഫ് ബാത്തിന്റെ പ്രൊലോഗ്, ഡെത്ത് ബി നോട്ട് പ്രൗഡ്. ഇനി ലോവർ നോക്കുകയാണെങ്കിൽ ചോസറിന്റെ ലൈഫ്, ലിറ്റററി വർക്ക്സ്, സൊസൈറ്റി ആൻഡ് ലിറ്ററേച്ചർ, അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ സോഷ്യൽ ക്രിറ്റിസിസം ആൻഡ് വിമൻ ക്വസ്റ്റ്യൻ 2 മാർക്ക് ഒക്കെ ചോദിച്ചു കാണാറുള്ളൂ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. സോ ഷേക്സ്പിയറിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ് 10 പ്രാവശ്യം നമ്മൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ 10 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ മാക്ബത്ത് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ ഫോസ്റ്റസ് 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മാക്ബത്തിന്റെ ഇൻട്രൊഡക്ഷൻ 5 ടൈംസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജോൺ ഡണ്ണിന്റെ ലൈഫ് ആൻഡ് വർക്ക്സും 5 ടൈംസോളം വന്നിട്ടുണ്ട്. സോ ഷേക്സ്പിയറിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ് 8 മാർക്കിന് ഒരു എക്സാമിന് 8 മാർക്ക് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ മാക്ബത്ത് ആണെങ്കിൽ 24 മാർക്സ്, ഒരു എക്സാമിന് 24 മാർക്സ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ ഫോസ്റ്റസ് ആണെങ്കിൽ 12 മാർക്സ് പെർ എക്സാം ആണ് ചോദിച്ചിരിക്കുന്നത്. മാക്ബത്തിന്റെ ഇൻട്രൊഡക്ഷൻ 10 മാർക്സ് പെർ എക്സാം. ജോൺ ഡണ്ണിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ് ആണെങ്കിൽ 4 മാർക്സ് പെർ എക്സാം. സോ ഇത്രയാണ് നമ്മൾ മേജർ ടോപ്പിക്സ് ആയിട്ട് പറയുന്നത്. അപ്പം നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് ഡെഫിനറ്റ് ആയിട്ടും ഷേക്സ്പിയറിന്റെ ലൈഫ് ആൻഡ് വർക്ക്സിനെ കുറിച്ച് പഠിക്കുക. ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ മാക്ബത്ത് നോക്കുക. കാരണം ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, ഹയർ ഫ്രീക്വൻസിയിലും ഹയർ മാർക്സിനും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഇനി ഇത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡോക്ടർ ഫോസ്റ്റസിന്റെ ചാപ്റ്റർ, മാക്ബത്തിന്റെ ഇൻട്രൊഡക്ഷൻ, ജോൺ ഡണ്ണിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ്. സോ ഈ 5 ടോപ്പിക്സും നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും പഠിച്ചിട്ട് പോവുക. ഓക്കെ, സോ ആ ഒരു 5 ടോപ്പിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഷേക്സ്പിയറിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ്. സോ ഷേക്സ്പിയറിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഷേക്സ്പിയറിന്റെ ബയോഗ്രഫി, അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചറിന്റെ അകത്ത് വരുന്ന ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണ്, അതുപോലെ ഷേക്സ്പിയറിന്റെ വർക്കുകളോടുള്ള ഒരു ക്രിട്ടിക്കൽ അപ്രോച്ച് എന്താണ്, അതായത് ഇപ്പം സാമുവൽ ജോൺസണൊക്കെ ഒരുപാട് ഷേക്സ്പിയറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ ആ ഒരു കാലഘട്ടത്തിലെ ഹിസ്റ്റോറിക്കൽ ആൻഡ് കോണ്ടെക്സ്റ്റുവൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ടോപ്പിക് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ മാക്ബത്ത് നോക്കുകയാണെങ്കിൽ ഫോക്കസ് ഓൺ കീ സീൻസ് സച്ച് ആസ് വിച്ചസ് പ്രഡിക്ഷൻ. ഞാൻ അത് നേരത്തെ ഡാഗർ സീൻ
പറയാൻ വിട്ടുപോയതാണ് വിച്ചസ് പ്രഡിക്ഷൻ. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാങ്ക്വറ്റ് സീൻ ആൻഡ് ദ സ്ലീപ്പ് വാക്കിംഗ് സീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഒപ്പം നിങ്ങൾ മറ്റേ ഡാഗർ സീനും കൂടെ പഠിച്ചു വെക്കുക. മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിലുള്ള മാർക്സിസ്റ്റ് കൾച്ചറൽ മെറ്റീരിയലിസം ആൻഡ് ഫെമിനിസ്റ്റ് അപ്രോച്ചുകളെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ടാവണം. അതുപോലെ പവർ എങ്ങനെയാണ് ഒരു മനുഷ്യനെ കൊല്ലാൻ കാരണമാകുന്നത്, അംബീഷൻ എങ്ങനെയാണ് വരുന്നത്, സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഇൻ മാക്ബത്ത്, അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി ഡോക്ടർ ഫോസ്റ്റസിന്റെ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ സിൻ, റിഡംഷൻ, ഹ്യൂമൻ കണ്ടീഷൻ, അതുപോലെ ആലഗറി എങ്ങനെയാണ്, ഗുഡ് ഏഞ്ചൽ ആൻഡ് ഈവിൽ ഏഞ്ചൽ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്, പിന്നെ പ്ലേയുടെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് പല മോട്ടീവ്സ് എന്തൊക്കെയാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ബേസിക് ആയിട്ട് ഡോക്ടർ ഫോസ്റ്റസിന്റെ അകത്ത് ചോദിക്കാറുള്ളത്. ഇനി മാക്ബത്തിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റഡി ദ സോഴ്സസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് മാക്ബത്ത്, അതിന്റെ റിനൈസൻസ് കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ്, എലിസബത്തൻ ഇറ ആ ഒരു ഗോൾഡൻ പീരീഡ് ഓഫ് ലിറ്ററേച്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാം. മാക്ബത്തിന്റെ കീ ക്യാരക്ടേഴ്സ്, അതുപോലെ ഇനീഷ്യൽ പ്ലോട്ട് ഡെവലപ്മെന്റ്, എങ്ങനെയാണ് മാക്ബത്ത് ആ ഒരു ക്രൈമിലേക്ക് എത്തുന്നത്, അതിൻ്റെ അകത്ത് ലേഡി മാക്ബത്തിന്റെ റോൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക. ഇനി ജോൺ ഡണ്ണിന്റെ ലൈഫ് ആൻഡ് വർക്ക് നോക്കുകയാണെങ്കിൽ ജോൺ ഡണ്ണിന്റെ ബയോഗ്രഫിനെ കുറിച്ച് പഠിക്കുക, അതുപോലെ മെറ്റാഫിസിക്കൽ പോയട്രി എന്താന്ന് പഠിക്കുക, ജോൺ ഡണ്ണിന്റെ റെക്കറിംഗ് തീമായ ലവ്, ഡെത്ത്, റിലീജിയൻ, അതൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന ദ സൺറൈസിങ്ങിലും ഡെത്ത് നോട്ട് ബി പ്രൗഡിലും വരുന്നത് എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഇനി വൈഫ് ഓഫ് ബാത്തിന്റെ പ്രൊലോഗിലേക്ക് വരികയാണെങ്കിൽ ചോസറിന്റെ ഈ പറയുന്ന പ്രൊലോഗിന്റെ ഒരു അല്ലെങ്കിൽ വൈഫ് ഓഫ് ബാത്തിന്റെ പോർട്രയൽ എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു പ്രലോഗ് എന്ന് പറയുന്നത് ആ ഒരു സെഞ്ചുറിയുടെ റിഫ്ലക്ഷൻ ആണ്, സൊസൈറ്റിയിലുള്ള പല ആൾക്കാരുടെ ഒരു റെപ്രസെന്റേഷൻ ആണ് നമ്മൾ പ്രലോഗിൽ കാണുന്നത്. അപ്പം എങ്ങനെയാണ് വൈഫ് ഓഫ് ബാത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ചോസർ അനലൈസ് ചെയ്യുന്നത്, മാരേജിന്റെ തീം എങ്ങനെയാണ്, ജെൻഡർ റോൾസ് എങ്ങനെയാണ് പറയുന്നത്, അതിനോട് സൊസൈറ്റി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി ഡോക്ടർ ഫോസ്റ്റസിന്റെ തീംസ് നോക്കുകയാണെങ്കിൽ പ്രൈഡ്, അംബിഷൻ ആൻഡ് ക്വസ്റ്റ് ഫോർ നോളജ്, ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഡോക്ടർ ഫോസ്റ്റസ് തന്റെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യുന്നത്. സോ അതും അതുപോലെ തന്നെ റിനൈസൻസ് ഡൈക്കോട്ടമി ബിറ്റ്വീൻ റിനൈസൻസ് ഐഡിയൽസ് ആൻഡ് മിഡീവൽ മൊറാലിറ്റി, അതും കൂടെ നിങ്ങൾ നോക്കിയിരിക്കണം. ഇനി ജോൺ ഡണ്ണിന്റെ ഡെത്ത് നോട്ട് ബി പ്രൗഡിലേക്ക് നോക്കുകയാണെങ്കിൽ തീംസ് ഓഫ് മോർട്ടാലിറ്റി ആൻഡ് നേച്ചർ ഓഫ് ഡെത്ത്, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. അതുപോലെ മെറ്റാഫിസിക്കൽ കൺസീറ്റും റിലീജിയസ് ഇമേജറിയും, അതും ഇമ്പോർട്ടന്റ് ആണ്. സോ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഈ ടെക്സ്റ്റിന്റെ അകത്തുള്ള നമുക്ക് സിലബസിൽ പഠിക്കാനുള്ള എല്ലാ ടോപ്പിക്കുകളുടെയും തീംസും കോണ്ടെക്സ്റ്റുകളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, അതൊക്കെ മനസ്സിലാക്കുക. വെറുതെ കാണാതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല, അതെല്ലാം മനസ്സിലാക്കി എഴുതുക. നിങ്ങളുടെ ഒരു ക്രിട്ടിക്കൽ ഡെവലപ്മെന്റ് ആണ് ഈ ഒരു എക്സാമിൽ അനലൈസ് ചെയ്യുന്നത്. സോ പ്രാക്ടീസ് ക്രിട്ടിക്കൽ അനാലിസിസ്. അതുപോലെ തന്നെ പാസ്റ്റ് എക്സാം പേപ്പേഴ്സ്, ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ എങ്ങനെയാണ്, എന്തൊക്കെ രീതിയിലാണ് ചോദിക്കാറ്. നമ്മളിപ്പോ ഈ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാലും ഒരുവിധപ്പെട്ട എല്ലാം സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സെയിം വേർഡിങ്സ് അല്ല, മറിച്ച് സെയിം കൺസെപ്റ്റിനെ കുറിച്ച് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പാസ്റ്റ് എക്സാം പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്നത് നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ബാലൻസ് യുവർ സ്റ്റഡി പ്ലാൻ. ഇപ്പൊ ഈ പറഞ്ഞ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് പിന്നെ ലീസ്റ്റ് ഫോക്കസ് ഏരിയയിലോട്ട് വരിക. സോ ഇത്രയാണ് നിങ്ങൾക്ക് തരാനുള്ളൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പൊ ഈ തന്ന ഒരു ക്ലൂസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻസിനെ ബൂസ്റ്റപ്പ് ചെയ്യുക. സോ നമ്മളൊരു പ്രെഡിക്റ്റേറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരികയാണ്. 3 hours-ന്റെ 100 marks-ന്റെ ഒരു ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ 14th to 17th century June 2024 exam. This paper has 3 sections, A, B, and C. All sections are compulsory, though there is an internal choice within sections. Word limits and marks given in each section. So, section A, explain concerning the context any 4 of the following passage in and about 150 words. So, ഒരു ക്വസ്റ്റിന് 4 മാർക്കാണ്. 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ 16 മാർക്സ് ആണ് സെക്ഷൻ എയിലുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ ഓരോ സെക്ഷൻസ് തന്നിട്ട് അല്ലെങ്കിൽ ഓരോ കൊട്ടേഷൻസ് തന്നിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇവിടെ 6 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ 4 ചോയ്സസ് നിങ്ങൾ എടുത്തിട്ട് അത് എന്ത് കോണ്ടെക്സ്റ്റ് ആണ് അല്ലെങ്കിൽ ആ ഒരു കൊട്ടേഷന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇനി സെക്ഷൻ ബിയിലേക്ക് വരികയാണെങ്കിൽ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 2 of the following in about 200 words. സോ
10 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. 200 വേർഡ്സിന്റെ, അങ്ങനെ 20 മാർക്സിന്. തീം ഓഫ് റിനൈസൻസ് ഹ്യൂമാനിസം ഇൻ ഷേക്സ്പിയേഴ്സ് വർക്ക്, റോൾ ഓഫ് വിച്ചസ് ഇൻ മാക്ബത്ത്, മെറ്റാഫിസിക്കൽ പോയട്രി ഇൻ വർക്ക്സ് ഓഫ് ജോൺ, അലഗറി ഇൻ മാർലോസ് ഡോക്ടർ ഫൗസ്റ്റസ്. സോ അതും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ. ഇനി സെക്ഷൻ സിയിലേക്ക് വരാണെങ്കിൽ അറ്റംപ്റ്റ് ഇനി 3 ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ആൻഡ് അബൌട്ട് 500 to 600 വേർഡ്സ് ഈച്ച് ക്യാരി 20 മാർക്സ്. സോ 3 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഒരെണ്ണത്തിന് 20 മാർക്സ്, അങ്ങനെ 60 മാർക്സിലാണ് എഴുതുന്നത്. സോ ഡിസ്കസ് വൈഫ് ഓഫ് ബാത്ത്സ് പ്രൊലോഗ് ആസ് എൻ എക്സാമ്പിൾ ഓഫ് സോഷ്യൽ ക്രിറ്റിസിസം, അനലൈസ് ദ തീം ഓഫ് പ്രൈഡ് ആൻഡ് അംബിഷൻ ഇൻ ഡോക്ടർ ഫോസ്റ്റേഴ്സ്, ജോൺ ഡൺസ് ഡെത്ത് ബി നോട്ട് പ്രൗഡ് പോയത്തിന്റെ appreciation, explore the various critical perspectives on Macbeth, particularly focusing on the Marxist and feminist approaches, discuss how Shakespeare's sonnet 55 exemplifies the theme of immortality through verse. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് തരാനുള്ള മേജർ ആയിട്ടുള്ള കീ പോയിന്റ്സ്. ഈ പറഞ്ഞ ടോപ്പിക്സിനെ കുറിച്ച് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമും നടത്താൻ പോകുന്നത്. അപ്പോൾ ഇപ്പം പറഞ്ഞ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് ഫോക്കസ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക. സോ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ഫ്രം ദ പാർട്ട് ഓഫ് ലേൺവൈസ്. ഹാവ് എ വണ്ടർഫുൾ എക്സാം. താങ്ക് യു. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു.